നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ ആരംഭിക്കുകയാണ്. കറന്റ് ഇലക്ട്രിസിറ്റി. അതാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകൾ ഏതൊക്കെയായിരുന്നു? ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഈ രണ്ട് ചാപ്റ്ററുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉണ്ട്. രണ്ട് ചാപ്റ്ററുകളും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ കീഴിൽ വരുന്ന ചാപ്റ്ററുകളാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ പറഞ്ഞതാണ്, സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചിട്ടുള്ള ഫിസിക്സ് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് ചാപ്റ്ററുകളും സ്റ്റേഷനറി ചാർജുകളെ കുറിച്ചുള്ളതായിരുന്നു. പക്ഷേ മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി അത് സ്റ്റേഷനറി ചാർജുകളുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ അല്ല. ഈ സ്റ്റേഷനറി ചാർജുകൾ ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒഴുകാൻ തുടങ്ങും. ആ ചാർജുകളുടെ ആ ഫ്ലോ അല്ലെങ്കിൽ ആ ഒഴുക്കിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ടാണ്. ഒരു കണ്ടക്ടറിൽ കൂടി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചാർജസിൻ്റെ ഫ്ലോ ഉണ്ടാകും. ആ ഫ്ലോ ആണ് ഇലക്ട്രിക് കറണ്ട്. ആ ഇലക്ട്രിക് കറണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആദ്യമായി നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് ഇലക്ട്രിക് കറണ്ട്. ഒരുപക്ഷെ നമ്മുടെ താഴ്ന്ന ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഫിസിക്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററുകളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ഇലക്ട്രിക് കറണ്ട്. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാം. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ ഒരു ഡെഫിനിഷൻ നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. നമ്മുടെ കയ്യിലൊരു കണ്ടക്ടറുണ്ട്. ആ കണ്ടക്ടർ കറണ്ട് കടത്തിവിടും, സുഖമായി കറണ്ട് കടത്തിവിടും. അതിൻ്റെ ഉള്ളിൽ കൂടി ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡുകളിൽ, ഇപ്പോൾ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ രണ്ട് എൻഡുകളിൽ നമ്മളൊരു സെല്ല് അതല്ലെങ്കിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് അനുസരിച്ച് ഈ ഒരു കണ്ടക്ടറിൽ കൂടി ചാർജുകൾ ഒഴുകാനായി തുടങ്ങും. ആ ചാർജുകൾ ഒഴുകുന്നതിൻ്റെ റേറ്റാണ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ആ ചാർജുകൾ ഒഴുകുന്നതിൻ്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. ആ ഡെഫിനേഷൻ ഒന്നും കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ എനി ക്രോസ് സെക്ഷൻ ഓഫ് എ കണ്ടക്ടർ. നമ്മൾ ഈ ഒരു ഡെഫിനേഷനെ മാത്തമെറ്റിക്കൽ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ I ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാൻ സാധിക്കും. അതിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ടാണ്, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജാണ്, ഇലക്ട്രിക് ചാർജ്, ആ കണ്ടക്ടറിൽ കൂടി ഒഴുകുന്ന ഇലക്ട്രിക് ചാർജ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുക്കുന്ന സമയം. അതായത് ടി എന്ന് പറയുന്ന സമയം കൊണ്ട് എത്രത്തോളം ചാർജുകൾ ആ കണ്ടക്ടറിൽ കൂടി ഒഴുകി, ആ ഒഴുകിയ ചാർജിൻ്റെ എമൗണ്ടാണ് ക്യൂ. നമ്മളിവിടെ എത്ര സമയം കൊടുത്തു അതിൻ്റെ വാല്യൂ ആണ് ടി. അങ്ങനെയെങ്കിൽ ക്യൂ ഡിവൈഡഡ് ബൈ ടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഇലക്ട്രിക് കറണ്ട് കിട്ടും. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ക്വാണ്ടിസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് പഠിച്ചതാണ്. നമുക്ക് വേണമെങ്കിൽ ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ എങ്ങനെ എഴുതാൻ സാധിക്കും? പ്ലസ് ഓർ മൈനസ് എൻ ഇ എന്ന് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് ക്യൂ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് പകരം ഞാൻ എൻ ഇ എന്ന് എഴുതിയിരിക്കുന്നു, എൻ ഇ ഡിവൈഡഡ് ബൈ ടി. അതിൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇലക്ട്രോണുകൾ അവിടെ പാസ് ചെയ്തു പോയിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന സമയം. അങ്ങനെയെങ്കിൽ I ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി എന്നും എഴുതാം, എൻ ഇ ഡിവൈഡഡ് ബൈ ടി എന്നും എഴുതാം. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് കറണ്ട് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതേപോലെ അതിൻ്റെ SI യൂണിറ്റ് ആംപെയറുമാണ്. നമ്മൾ എഴുതിയിട്ടുണ്ട് ഒരു ഇക്വേഷൻ, I ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ടി. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ചാർജാണ്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കുളം. ഡിവൈഡഡ് ബൈ ടി. ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം, അതിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അങ്ങനെയെങ്കിൽ കറണ്ടിൻ്റെ യൂണിറ്റ് ശരിക്കും എങ്ങനെ വരണം? കൂളം ഡിവൈഡഡ് ബൈ സെക്കൻഡ്. അതിന് നമ്മൾ ഷോർട്ടായിട്ട് വിളിക്കുന്ന പേരാണ് ആംപെയർ. അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒരു കോമൺ SI യൂണിറ്റ് ആണ് ആംപെയർ. 1 ആംപെയർ is equal to
1 coulomb divided by 1 second. 1 ampere is equal to 1 coulomb divided by 1 second. അങ്ങനെയെങ്കിൽ 1 ampere അതായത് ഇലക്ട്രിക് കറൻറ്റിൻ്റെ SI യൂണിറ്റ് ആയിട്ടുള്ള ആംപെയറിനെ 1 ആംപെയറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 ampere is the current constituted by 1 coulomb of charge passing through a conductor in 1 second. അതായത് 1 ആംപെയർ എന്ന് പറയുന്നത് ഒരു കറൻറ്റാണ്. എത്രത്തോളം ഉണ്ടായിരിക്കും ആ കറൻറ്റ്? 1 coulomb ഓഫ് ചാർജ് ഒരു സെക്കൻഡ് സമയം കൊണ്ട് ഒരു കണ്ടക്ടറിൽ കൂടി പാസ് ചെയ്താൽ ആ 1 coulomb ഓഫ് ചാർജ് ഉണ്ടാക്കുന്ന കറൻറ്റാണ് 1 ആംപെയർ. 1 ampere is the current constituted by 1 coulomb of charge passing through a conductor in 1 second. ഇതാണ് ആ കറൻറ്റിൻ്റെ ഇലക്ട്രിക് കറൻറ്റിൻ്റെ SI യൂണിറ്റും അതേപോലെ തന്നെ ആ SI യൂണിറ്റിൻ്റെ ഡെഫിനീഷനും. SI യൂണിറ്റ് ആംപെയർ ആണ്. ആംപെയറിൻ്റെ ഡെഫിനീഷൻ നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. അതായത് ഇലക്ട്രിക് കറൻറ്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ നമുക്കതിനൊരു ഡയറക്ഷൻ പറയണം. ആ ഡയറക്ഷൻ എപ്പോഴും ഫിക്സഡ് ആണ്, അത് മാറുകയില്ല. സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല എന്നാണ് അർത്ഥം. ഇലക്ട്രിക് കറൻറ്റ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് എങ്കിൽ കൂടി അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട്. ഇലക്ട്രിക് കറൻറ്റ് എപ്പോഴും അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഫ്ലോ, ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഫ്ലോ എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. പോസിറ്റീവ് ചാർജിൽ നിന്ന് നെഗറ്റീവ് ചാർജിലേക്കായിരിക്കും എപ്പോഴും കറൻറ്റ് പോവുക. എങ്കിൽ കൂടി നമ്മളതിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷൻ എപ്പോഴും ഫിക്സഡ് ആണ്, ഒരിക്കലും മാറുകയില്ല. ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും, എങ്കിൽ കൂടി അതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ കീഴിൽ ഓർത്തു വയ്ക്കാനുള്ളത്. ഒന്ന്, അത് ഡെഫിനിഷൻ, ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഡെഫിനിഷൻ. രണ്ടാമത്തേത് ഇലക്ട്രിക് കറൻറ്റ് I is equal to Q by T or NE divided by T, അതിൻ്റെ ഇക്വേഷൻ. മൂന്നാമത്തേത് അതിൻ്റെ SI യൂണിറ്റ്. നാലാമത്തേത് അത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അഞ്ചാമത്തെ പോയിന്റ്, ഇലക്ട്രിക് കറൻറ്റിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള ഡയറക്ഷൻ എപ്പോഴും അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും.